ഇത് ഇമാം സുയൂത്തിയുടെ തബക്കാത്തുൽ ഹുഫാദാണ്. ഇമാം സുയൂത്തി നമ്മുടെ സമസ്തക്കാരൊക്കെ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ്. ഈ കിതാബ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാരന്തൂർ മർക്കസിൽ ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾ കാരന്തൂർ മർക്കസിൽ പോയി നോക്കിയാൽ മതി ഈ കിതാബ് കേട്ടോ. ഇത് ബൈറൂത്തിൽ വെച്ച് പ്രസിദ്ധീകരിച്ച കിതാബാണ് ഇമാം സുയൂത്തിയുടെ തബക്കാത്തുൽ ഹുഫാദ്. ഇമാം സുയൂത്തിയുടെ തബക്കാത്തുൽ ഹുഫാദ്. ഇനി നമുക്കിതിൻ്റെ 520 പേജിൽ പോകാം. 520 പേജിൽ 1142 തർജുമ നമ്പറിൽ ഇമാം സുയൂത്തി പറയാണ് ഇബ്നു തൈമിയ്യ, പേര് ഇബ്നു തൈമിയ്യ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷണം പറയാണ് അഷെയ്ഖ്, അൽ ഇമാം, അൽ അല്ലാമ, അൽ ഹാഫിദ്, അൽ നാഖിദ്, അൽ ഫഖീഹ്, അദ്ദേഹം ഫഖീഹാണ്. അൽ മുജ്തഹിദ്, മുജ്തഹിദാണ്. അൽ മുഫസ്സിർ, മുഫസ്സിറാണ്. അൽ ബാരി, ഷെയ്ഖുൽ ഇസ്ലാം, ഷെയ്ഖുൽ ഇസ്ലാം. ആര്? ഇബ്നു തൈമിയ്യയുടെ പേരെ പറഞ്ഞു. അലമുസ്സുഹാദ്, നാദിറത്തുൽ അസർ. നോക്കൂ ആരെ പേരെ പറഞ്ഞിരിക്കുന്നത്? ഇബ്നു തൈമിയ്യ. ഈ ഇബ്നു തൈമിയ്യ ആരാണ്? നമ്മുടെ കേരളത്തിലെ സമസ്തക്കാർ പിഴച്ച മുബത്തദിങ്ങളുടെ ആചാര്യനായി പറയുന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. മുജ്തഹിദാണ്, മുഫസ്സിറാണ്, ഷെയ്ഖുൽ ഇസ്ലാമാണ്. ആര് പറയുന്നു? ഇമാം സുയൂത്തി.